സിനിമയിലും ജീവിതത്തിലും എനിക്ക് ഏറ്റവും അധികം ബന്ധം രാജീവ് നാഥ് പറയുന്ന ആളുമായിട്ടാണ്. ഞങ്ങൾ തമ്മിൽ 45 വർഷത്തെ ബന്ധമുണ്ട്. അത് ഒരു സിനിമാ ബന്ധത്തിനപ്പുറം ഞങ്ങളുടെ പിന്നെ ജീവിതവും കുടുംബവുമായിട്ടുള്ള ബന്ധമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെക്കാളും കൂടുതൽ സഹോദര ബന്ധം ഞാനുമായിട്ടാണ്. തിരിച്ച് എനിക്കും അങ്ങനെയാണ്. എനിക്ക് പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പങ്കുവെക്കുന്ന, അതിനോടൊപ്പം സിനിമയും ചെയ്യുന്നതേ ഉള്ളൂ. ജീവിതം അതാണ്. അത് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും അധികം ബന്ധത്തിലുള്ള ഒരാൾ നെടുമുടി വേണു തന്നെയാണ്. അതും അന്ന് മുതൽ 75 മുതലുള്ള ബന്ധമാണ്. പിന്നെ സിനിമയിൽ ഇപ്പം അന്ന് 78, 79 മുതൽ മോഹൻലാലുമായിട്ട് ബന്ധമുണ്ട്. മോഹൻലാലിൻ്റെ അടുത്ത സ്നേഹിതനാണ് രാജീവ് നാഥിൻ്റെ അനിയൻ അശോക് കുമാർ. അപ്പം ഞങ്ങൾ പിന്നെ സൂര്യൻ്റെ മരണം എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ഷൂട്ടിങ് രാജീവ് നാഥിന് അവാർഡ് കിട്ടിക്കഴിഞ്ഞ് തണൽ കഴിഞ്ഞിട്ട് സൂര്യൻ്റെ മരണം എന്ന് പറഞ്ഞൊരു സിനിമ ഞങ്ങൾ മാന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം 3ാം വർഷം ഡിഗ്രിക്ക് പഠിക്കുകയാണ് മോഹൻലാലും അശോക് കുമാറും. ഇവർ രണ്ടും കൂടെ ഷൂട്ടിങ് കാണാൻ വന്നു. അപ്പം ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ മെസ്സ് നടത്തുന്നതിൻ്റെ പേര് ഞങ്ങൾക്ക് കുറേ അച്ചാറും ഒക്കെ ഇട്ടുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നവരെ കൂടെ ഒരു ഫോട്ടോഗ്രാഫർ പയ്യനെയും കൂടെ അവർ കൊണ്ടുവന്നവരെ കൂട്ടുകാരന്. അപ്പോൾ അവിടെ വന്ന് ഒരു ദിവസം നിന്നപ്പോഴത്തേന് അവിടെ കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ 2-3 വീടെടുത്ത് താമസിക്കുന്നത്. ഇവരുടെ പരീക്ഷ അടുത്ത് വരിക. അപ്പം രാജീവ് അത് പറഞ്ഞു, നിങ്ങളിവിടെ കിടന്ന് കറങ്ങണ്ട, വൈകിട്ടാകുമ്പോൾ സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ അവരൊരു 11 മണിക്ക് വന്നിട്ട് വൈകിട്ട് അവരെ പറഞ്ഞു വിട്ടു. അവിടെ കിടക്കാനുള്ള സൗകര്യമില്ല. നമുക്ക് അങ്ങനെ ലോഡ്ജുകളൊന്നും ഇതുപോലെ മാന്നാർ നമ്മുടെ സ്ഥലത്ത് അവിടെ അത്രയും സൗകര്യമില്ല. അപ്പോൾ അവർ അങ്ങ് പോയി. അത് അവർക്ക് ഭയങ്കര ഒരു ഇൻസൾട്ടിങ് ആയിട്ട് തോന്നി. അപ്പോൾ അവർ തമ്മിൽ അവരങ്ങ് പ്രതിജ്ഞ എടുത്തു, നമ്മളും പടം ഉണ്ടാക്കുവാന്നും പറഞ്ഞ്. ഈ അശോക് കുമാർ അങ്ങ് ഇറങ്ങിത്തിരിഞ്ഞ് സുരേഷ് കുമാറിനെയും പ്രിയദർശനെയും പിന്നെ ഒരു ശശി, ഒരു പാച്ചല്ലൂർ ശശി എന്ന് പറഞ്ഞ ആൾ, വേറൊരു ഒരാൾ, ഇവരെല്ലാം കൂടെ ചേർന്നൊരു പടം അങ്ങ് പ്ലാൻ ചെയ്ത് നെടുമുടി വേണുവിനായിരുന്നു അവർ നടനായിട്ട് വിളിച്ചത്. അപ്പം നെടുമുടി വേണുവിനെ കിട്ടിയില്ല. പിന്നെ അവർ അതിന് രവികുമാർ എന്ന് പറഞ്ഞ നടനെ ഇട്ടു. ക്യാമറയ്ക്ക് അന്ന് ക്യാമറ അസിസ്റ്റൻ്റായിട്ട് KSFDCയുടെ യൂണിറ്റിലെ ക്യാമറ അസിസ്റ്റൻ്റായിട്ടിരുന്ന KS കുമാറിനെ വിളിച്ചു. അവർ സാഹസികമായിട്ട് ആ പടം ഷൂട്ട് ചെയ്താണ് തീർത്തു. അപ്പോൾ അന്ന് മുതൽ തിരുവനോട്ടം. എന്നിട്ട് ആ പടവും കൊണ്ട് ഞാൻ ആയിരുന്നു ഇത് പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ആക്കാനായിട്ട്. അന്ന് കലാനിലയം കൃഷ്ണൻ നായർക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി മദ്രാസിലുണ്ടായിരുന്നു. എൻ്റെ സ്നേഹിതൻ ഒരു രാജീവൻ ഉണ്ടായിരുന്നു, കൊട്ടാരക്കരക്കാരൻ. അദ്ദേഹം അതിൻ്റെ മാനേജരായിരുന്നു. അപ്പോൾ അവിടെ ഇതാക്കാൻ വേണ്ടി ഞാനും ഷെരീഫ് എന്നും പറഞ്ഞ പിൽക്കാലത്ത് സംവിധായകനായ ഒരാളുണ്ട്. 2 സിനിമ സംവിധാനം ചെയ്ത ഒരു മലയാള ഡയറക്ടറുണ്ട്. ആരോഹണമെന്നും നസീമ എന്നും പറഞ്ഞ് ഡയറക്റ്റ് ചെയ്ത്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആക്കാനൊക്കെ പോയതൊക്കെ എനിക്ക് പിന്നെ ഓർമ്മയുണ്ട്. എന്നിട്ട് അതിൻ്റെ പ്രൊഡ്യൂസർ പാച്ചല്ലൂർ ശശി എന്ന് പറഞ്ഞ ആക്കുന്നേരം അവിടെ വെച്ച് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും പുള്ളിയെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ അവിടെ വലിയൊരു അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അവിടെ പിന്നെ നിൽക്കേണ്ട കാര്യമില്ലാത്തതിൻ്റെ പേര് ഞങ്ങളിഞ്ഞ് വരികയും ചെയ്തു. അങ്ങനൊരു അപ്പോൾ അന്ന് മുതൽ മോഹൻലാലിനെ അറിയാം. മോഹൻലാൽ അശോക് കുമാറിൻ്റെ കൂട്ടുകാരൻ, നമ്മുടെ പിന്നെ രാജീവ് നാഥിൻ്റെ അനിയൻ്റെ കൂട്ടുകാരൻ. അവരുടെ വീട്ടിൽ വരുന്നു. അവർ രണ്ടുപേരും പൂജപ്പുരക്കാരാ. അവർ രണ്ടുപേരും വലിയ കാല സുഹൃത്തുക്കളൊക്കെ. അപ്പോൾ ആ ഒരു അറിവുണ്ട്. അങ്ങനെ ഇരുന്ന് ഈ പിന്നെ സൂര്യൻ്റെ മരണമൊക്കെ കഴിഞ്ഞ് ഷെരീഫ് എന്ന് പറയുന്ന പുള്ളിയുടെ അന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു രാജീവ് നാഥിൻ്റെ. പുള്ളി സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഗവൺമെൻറ് എംപ്ലോയിയും കൂടെ ആയിരുന്നു. പുള്ളിക്കൊരു പടം കിട്ടി. പിന്നെ പുള്ളി അതിന് മുമ്പ് ആരോഹണം എന്നും പറഞ്ഞ് പടം ചെയ്ത് കഴിഞ്ഞിട്ട് അത് പ്രതാപ് പോത്തിനൊക്കെ അഭിനയിച്ചൊരു പടം ഉണ്ടായിരുന്നു. ആരോഹണം പ്രതാപ് പോത്തിന്, നെടുമുടി വേണു, വിധുബാല, കനകദുർഗയൊക്കെ അഭിനയിച്ച പടം. മധുവമ്പാട്ടൊക്കെ ആയിരുന്നു എൻ്റെ ക്യാമറാമാൻ. അത് കഴിഞ്ഞ് പുള്ളിക്ക് പിന്നെ നസീമ എന്നും പറഞ്ഞ പടത്തിന് അവസരം കിട്ടി. കണ്ണൂരായിരുന്നു എൻ്റെ ഷൂട്ടിങ്, അതിൻ്റെ പ്രൊഡ്യൂസറൊക്കെ. ആ പടത്തിനകത്ത് നെടുമുടി വേണു ഹീറോയും മോഹൻലാൽ അത് കഴിഞ്ഞുള്ള ക്യാരക്ടറാണ്. അന്ന് നെടുമുടി വേണു അന്ന് സ്റ്റാർ. അപ്പം ആ പടത്തിന് പക്ഷേ യഥാർത്ഥത്തിൽ ഞങ്ങൾ വേണു നാഗവള്ളിയാണ് കാസ്റ്റ് ചെയ്തത്. അഡ്വാൻസും കൊടുത്തു. ഷൂട്ടിങ്ങിന് 2 ദിവസം മുമ്പ് വേണു നാഗവള്ളി പറയുന്നു, ഞാൻ വരുന്നില്ല, എനിക്ക് ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കണ്ണൂർ നിൽക്കുക, കുഴഞ്ഞു, നമുക്ക് ഷൂട്ടിങ് തുടങ്ങുകയും വേണം. അപ്പോൾ എൻ്റെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ പാർട്ടിയുണ്ട് അവിടെ പുതിയതായിട്ട്. അപ്പോൾ ആ സമയത്ത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസായി ഒരു 40-45 ദിവസമായി. ഞാൻ ട്രെയിൻ കയറി ഇഞ്ഞ് വന്നു. അപ്പം നമ്പരൊന്നും അറിയത്തില്ല, ഫോൺ നമ്പരൊന്നും അറിയത്തില്ല. ഞാൻ ഇഞ്ഞ് തിരുവനന്തപുരത്ത് വന്ന് മുടവമ്മകളിൽ എനിക്ക് വീടറിയാം. വീട്ടിൽ പോയി മോഹൻലാലിനെ കണ്ടു. ഇതുപോലൊരു സിനിമ എന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ രണ്ടുകൂടെ ഞാൻ പോയി നേരെ പോയി ട്രെയിൻ ബുക്ക് ചെയ്ത് യാത്ര ചെയ്ത് കണ്ണൂർ എക്സ്പ്രസ്സിന്. അമ്മ ഞങ്ങൾക്ക് 2 പേർക്ക് 2 പൊതിയൊക്കെ കെട്ടി തന്നു.
ഞങ്ങൾ രണ്ടുകൂടെ ട്രെയിനിൽ കയറി ഞങ്ങളങ്ങ് കണ്ണൂരെത്തി. പിന്നെ മോഹൻലാൽ അങ്ങ് സിനിമയിൽ അഭിനയിച്ചു. പുള്ളിയുടെ അന്നത്തെ ഹോബി എന്ന് പറഞ്ഞാൽ സിനിമ അഭിനയിക്കും, പക്ഷേ ജീപ്പ് ഓടിക്കുക, കണ്ണൂർ ടൗണിൽ കറങ്ങുക, ഇങ്ങനെ ഒരു പവറും ഇല്ലെന്ന് മാത്രമല്ല ഇത് ആസ്വദിക്കുക എന്നുള്ളതല്ലാതെ പുള്ളിക്ക് വേറെ യാതൊരു ഇല്ല. പുള്ളി പിന്നെ ജീപ്പ് ഡ്രൈവർക്ക് ജീപ്പ് കൊടുക്കത്തില്ല, പുള്ളി തന്നെ ഓടിക്കും. പുള്ളി എവിടെ ഈ ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ പുള്ളി ജീപ്പ് കൊടുത്ത് ഇങ്ങനെ സിനിമയുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. പുള്ളിയുടെ ഒരു എനർജി ലെവൽ അതായതിൻ്റെ പേരിൽ പുള്ളിക്ക് ഇങ്ങനെ ചുമ്മാ ഇരിക്കാനോ ആലോചിച്ചിരിക്കാനോ അതല്ല, പുള്ളി ഇത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പുള്ളി അഭിനയിച്ചു, പുള്ളി അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി നേരെ പോകുന്നത് അഹിംസ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ആണ്. പക്ഷേ ആദ്യം ഇറങ്ങുന്ന അഹിംസയാണ്. അങ്ങനെ രണ്ടാമത്തെ മൂന്നാമത്തെ പടമാണ് നസീമ. അപ്പം അത് അങ്ങനെയാണ് മോഹൻലാലിനോട്ടുള്ള ബന്ധം തുടങ്ങുന്നത്, കൂടുതൽ ബന്ധം. പിന്നെ തിരിച്ച് വരുമ്പം പിന്നെ ഞങ്ങളുടെ ഒരു സ്റ്റാറായല്ലോ മോഹൻലാൽ, ആർട്ടിസ്റ്റ് പിന്നെ നമ്മൾ അങ്ങോട്ട് ഒട്ടുമില്ല. പിന്നെ മോഹൻലാൽ ജീവിതത്തിൽ തിരിഞ്ഞ് നോക്കേണ്ടിയോ ഒരു ഗ്യാപ്പ് കിട്ടേണ്ടിയോ വന്നിട്ടില്ല ജീവിതത്തിൽ. അപ്പോൾ പിന്നെ ഞാൻ ഓടി തരുന്നു. പിന്നെ കുറേ വർഷം ഒരു ഗ്യാപ്പ് വന്ന ശേഷം മോഹൻലാലിനെ കണ്ടതാണ് അത്ഭുതം. ഇതൊക്കെ ഇവരൊക്കെ വലിയ ആൾക്കാരായതിൻ്റെ പിന്നിൽ അവരുടേതായ അത്ഭുതകരമായ ഒരു 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 അവരുടേതായ ഒരു സംഭാവനകളും കഴിവുകളും അവരാർജിച്ച വ്യക്തിത്വത്തിൻ്റെ ചില പ്രത്യേകതകളും അവർ ജീവിതത്തിനെയോ മനുഷ്യനെയോ ആൾക്കാരെ കാണുന്നതിൻ്റെയൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഇപ്പം ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്. അപ്പം ഞാനിങ്ങനെ തിരുവനന്തപുരത്ത് അടൂർ തിരുവനന്തപുരം എൻ്റെ ഒരു സ്ഥിരം യാത്ര, ഞാൻ പഠിച്ച സ്ഥലമല്ലേ, എനിക്ക് ടക്ക് ഞാൻ ഇങ്ങനെ പോയി. ഒരു ദിവസം ഞാനിങ്ങനെ എന്തോ തിരുവനന്തപുരത്ത് പോയിട്ട് കറങ്ങി നടന്ന സ്ഥലത്ത് ആൽത്തറമുക്കിൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ തിരുവനന്തപുരത്ത്. അപ്പോൾ അതിന് ഇച്ചിരി തെക്കാട്ട് ഇങ്ങനെ ഞാൻ വഴുതക്കാട്ടിൽ നിന്ന് നടന്ന് വരുമ്പോൾ വലതുവശത്ത് ഒരു വീട്ടിൽ ഷൂട്ടിങ്, ലൈറ്റും ഒക്കെ കാണാൻ ഭയങ്കര ഷൂട്ടിങ്. അപ്പം ഭയങ്കര ലൈറ്റും. അപ്പം ഞാൻ റോഡ് ഇച്ചിരി ഒരു 20-30 മീറ്റർ അകത്ത് കയറുമ്പോൾ ഉള്ളൊരു വീട്ടിലാണ്, കിരീടത്തിൻ്റെ ഷൂട്ടിങ്ങാണ്. അപ്പം ഞാൻ ഇങ്ങനെ വെളിയിൽ പോയി ഷൂട്ടിങ് കാണാൻ എല്ലാവരും കൗതുകമാണെന്നല്ല, എപ്പോഴും അന്നൊക്കെ കൗതുകമുണ്ട്. ഒരു രാത്രി ഒരു ഷൂട്ടിങ് നടക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് നല്ല സൗകര്യമാണ്. നമ്മൾ ഇരുട്ടത്ത് നിന്ന് ഇങ്ങനെ ഞാൻ ഷൂട്ടിങ് കണ്ടുകൊണ്ടിരിക്കുക. മോഹൻലാൽ അഭിനയിക്കുന്ന മോഹൻലാലും ജഗദീഷും മാമുക്കായ ഉള്ള സീനാണ്. അപ്പം ഞാനത് കണ്ടുകൊണ്ട് നിൽക്കുമ്പം ഇടയ്ക്ക് ഒരു ഷോട്ട് പറഞ്ഞപ്പോഴത്തേന് ഷോട്ട് കട്ട് ചെയ്യുമ്പോൾ HMI ലൈറ്റ് പാൻ ചെയ്ത് ഓഡിയൻസിന് മുന്നോട്ട് വെക്കണം, സീനിൽ നിന്ന് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചപ്പോൾ ലൈറ്റ് എൻ്റെ മുഖത്ത് ആ ഏരിയയിലോട്ടാണ് ലൈറ്റ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ അങ്ങോട്ടൊന്നും കാണാമില്ല. അപ്പം എനിക്കറിയാം അവിടെ കാണേണ്ട കാര്യമില്ല, അവിടെ അവർ സെറ്റപ്പ് ചെയ്യുക. ഞാൻ ഇങ്ങനെ നിൽക്കിപ്പം ഒരു കൈ എന്നെ വന്ന് പിടിക്കുക. അപ്പോൾ ആ ബാക്ക് ലൈറ്റ് സത്യത്തിൽ കൃത്യമായിട്ട് കാണാത്തില്ല, പിടിച്ച് അങ്ങോട്ട് മാറി ചരിഞ്ഞപ്പോഴാണ് കാണുന്നത് മോഹൻലാൽ. അപ്പോൾ അത്രയും ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് പുള്ളി എന്നെ കണ്ടിട്ട് പുള്ളി എന്നെ അങ്ങ് വിളിച്ചാൽ കൊണ്ടുപോയി. അപ്പം ഞാനങ്ങ് പോയി. അപ്പോൾ പുള്ളി ഞാൻ പാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് പോകുന്നില്ല, അവിടെ നില്ലെന്ന് പറഞ്ഞിട്ട് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞാൽ പറഞ്ഞു ഞാൻ പിന്നെ കടയാറിലെ വീട് പിന്നെ വെച്ചേക്കുകയാണ്, അതിനകത്ത് ഇതുവരെ ഞാൻ താമസിച്ചിട്ടില്ല, ഇന്ന് ഞാൻ താമസിക്കാൻ പോവുക, ചടങ്ങൊന്നുമില്ല, അപ്പോൾ എനിക്കൊരു കൂട്ടുവാ എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു തുണിയൊന്നുമില്ല, തുണിയൊക്കെ ഞാൻ തരാം വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി. പിന്നെ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിട്ടത്. ഞാൻ കിരീടത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ കൂടെ പിന്നെ കീരിക്കാടനുള്ള അടി മറ്റേത് മറിച്ചതിനെല്ലാം ഞാൻ കൂടെ പോയി കൂടുന്നുണ്ട്. അദ്ദേഹത്തിന് പിന്നെ ചില ദിവസം വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരും, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ അവിടെ ഉണ്ടാക്കും. നല്ല ഞങ്ങൾ രണ്ടും മാത്രം. അപ്പം അങ്ങനെ അടുത്തറിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന എക്സൈറ്റ്മെൻ്റ് ഒന്നും എനിക്കില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് മോഹൻലാൽ എൻ്റെ ഒരു അനിയൻ അല്ല, അതിനകത്ത് പുള്ളിക്ക് ഞങ്ങൾ തമ്മിലുള്ള ഈ എക്സൈറ്റ്മെൻ്റ് ഒന്നും അന്ന് എനിക്കില്ല. എന്ന് പറഞ്ഞാൽ ലാലിന് നമ്മളോടുള്ളൊരു ഇഷ്ടം, ഞങ്ങൾ തമ്മിലുള്ള പരിചയം, ഞങ്ങൾ തമ്മിലുള്ള തമാശകൾ, കോമഡികൾ, ഭയങ്കര ഇൻ്റലിജൻ്റാണ്. ഞങ്ങൾ ചെസ്സ് കളിക്ക് വന്നു. അപ്പം പുള്ളിക്ക് ചെസ്സ് കളിക്കാൻ ഒരാൾ വേണം ഭയങ്കരമായിട്ട്. ഞാൻ ഭയങ്കര ചെസ്സ് കളിക്കാരനാണെന്ന് സ്വയം അഭിമാനിക്കുന്ന ആളാണ്. അപ്പോൾ എന്നെ തോൽപ്പിക്കുമ്പോൾ കിട്ടുന്നുള്ളൊരു സന്തോഷം പുള്ളിക്ക് ഭയങ്കര ചെസ്സ് എടുക്കാനാണ് ചെസ്സ് കളിക്കാൻ. അപ്പോൾ ഇത് പിന്നെ ഇങ്ങനെയുള്ള കൊച്ചു നേരം പോക്കുകളും കാര്യങ്ങളും പറയാൻ വേണ്ടി ഒരു കമ്പാനിയൻ പുള്ളിക്ക്, വേറെ ഒരു ഉദ്ദേശമില്ലാത്തത്, ഞാൻ വേറെ ഒരു കുഴപ്പമില്ല ഇച്ചിരി. അപ്പോൾ അതുകൊണ്ട് എന്നെ ഒരു കമ്പാനിയനായിട്ട് ഒന്ന് കൂട്ടിയെന്നേ ഉള്ളൂ. മോഹൻലാലിൻ്റെ ഷൂട്ടിംഗ് കണ്ടിട്ടുള്ള ഒരാൾ, ഏറ്റവും അടുത്തിരുന്നുള്ള നമ്മളെ ഒരാൾ അഭിനയിച്ച് വിസ്മയിപ്പിക്കുന്ന നിങ്ങൾ സ്ക്രീനിലേ കണ്ടുള്ളൂ.
എൻ്റെ ജീവിതത്തിൽ കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ട് മോഹൻലാലിൻ്റെ കൂടെ. അതായത് ദശരഥം സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ നെല്ലിയാമ്പതിയിൽ വെച്ചായിരുന്നു ആ ഷൂട്ടിങ്. ബാക്കി അതിൻ്റെ കണ്ടിന്യൂസ് പിന്നെ ഊട്ടിയിലെ ഷൂട്ടിങ്ങാന്ന് പറഞ്ഞ് എടുക്കുന്നത് നെല്ലിയാമ്പതിയിൽ. അതായത് ഈ പിന്നെ നേഴ്സായ മാഗി സുകുമാരി ചേച്ചിയോട് മോഹൻലാൽ ചോദിക്കുന്നതാണ്, ആ കുഞ്ഞിനെ അതിൻ്റെ അമ്മ സ്നേഹിച്ചതുപോലെ നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാമോ എന്ന് ചോദിക്കുന്ന ഒരു സീനുണ്ട്. അതാണ് ഏറ്റവും വലിയ ടച്ചിങ്, കരഞ്ഞു പോകുന്ന സീനാണ്. അപ്പോൾ അതിന് മുമ്പ് വരെ ഇങ്ങേര് എൻ്റെ ഞങ്ങൾ കോമഡി പറഞ്ഞിരുന്ന് ചിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ സീൻ അറിയാം, എൻ്റെ റിഹേഴ്സൽ ഞാൻ ഒന്ന് കണ്ടു. ഞാൻ പറഞ്ഞു അത്രയും വലിയൊരു സീൻ എടുക്കുമ്പോൾ. അപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങളാണ് അഭിനയിക്കുന്നത്, ഞാനല്ലോ അഭിനയിക്കുന്നത്. എന്തോ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പിന്നെ എന്തോ ഞാൻ എക്സർസൈസ് ചെയ്യണോ, എന്തോ വാമപ്പ് ചെയ്യണോ എന്ന് പറഞ്ഞപ്പോൾ അതുവരെ ഇരുന്ന് ഷോട്ട് റെഡി എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് കയറി ഇന്ന് ഞാൻ ആ കഴിഞ്ഞ 10 മിനിറ്റ് ചിരി കോമഡി പറഞ്ഞ് ചിരിക്കുന്നതാണ്. അപ്പം ആ പുള്ളി കയറി ഇന്ന് കാണിച്ചത് ആ ഒരു സെക്കൻഡ് കൊണ്ടുണ്ടായ ആ ട്രാൻസ്ഫോർമേഷൻ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇത്ര മാത്രം ഇങ്ങനെ കൊണ്ട് ഇത് ഒക്കുമല്ലോ എന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ടെങ്കിലും അത് നമ്മൾ സത്യസന്ധമായിട്ട് അത്ര അടുത്ത് നിന്ന് കാണുമ്പം നമ്മളിലുണ്ടാക്കുന്ന ഒരു ഇമ്പ്രഷൻ ഭയങ്കരമാണ്. റിഹേഴ്സൽ അയ്യേ അതൊന്നും പുള്ളി അതൊന്നും അങ്ങനൊന്നുമുള്ള യാതൊരു സംഭവമില്ല. അയ്യേ ഒരിക്കലും ഞങ്ങൾ സിനിമ ചർച്ച നടത്തത്തേയില്ല. വേറെ രസകരമായ ലോകത്തിലെ കാര്യങ്ങൾ പുള്ളിയുടെ ഒരു കാലഘട്ടം മുഴുക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് എങ്ങനെ വീരപ്പനെ പിടിക്കാമെന്നുള്ളായിരുന്നു പുള്ളിയുടെ ഏറ്റവും വലിയ ഓപ്പറേഷൻ. നമുക്ക് വീരപ്പനെ പിടിക്കാൻ ഇറങ്ങിയാലെന്ത്, ഇപ്പം നമ്മൾ നാട്ടിന് ചെയ്ത് കൊടുക്കാൻ ഏറ്റവും വലിയൊരു കാര്യം വീരപ്പനെ പിടിക്കാൻ നിലനിന്ന് ഇറങ്ങിയാലോ, അതായിരുന്നു പുള്ളിയുടെ വലിയൊരു അന്നത്തെ ഒരു തോട്ട്. ഇങ്ങനെയുള്ള പിന്നെ പുള്ളിക്ക് ഈ ഭാഷ ട്വിസ്റ്റിങ്, ഈ പിന്നെ ചൊറിച്ചുമല്ലൽ വലിയ ഇഷ്ടമുള്ളൊരു വിഷയമാണ്. നല്ല രസകരമായ ചൊറിച്ചുമല്ലൽ, മനസ്സിലായില്ലയോ? അപ്പം പക്ഷേ കുറേ ചൊറിച്ചുമല്ലിനകത്തൊരു അശ്ലീലത്തിൻ്റെ ഛായ വരും. അതാണ് ചൊറിച്ചുമല്ലൽ, അങ്ങനെയാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് പിന്നെ മലയാളത്തിൽ ഏറ്റവും വലിയ ആൾ പുള്ളിയാണ് തിക്കുറിച്ചിക്ക് ശേഷം, അല്ലെങ്കിൽ അതിൻ്റെ വലിയ ആളാണ്. അപ്പോൾ അത് പറഞ്ഞ് ഞങ്ങൾ രസിക്കുക. പിന്നെ രസകരമായ സംഭവം പുള്ളി കവിത എഴുതിക്കളയും. അപ്പം ഞങ്ങൾ തമ്മിലുള്ളൊരു കളി എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു കവിത എഴുതി ഒരു 4 വരി എഴുതിയിട്ട് അടുത്ത 4 വരി ഞാൻ എഴുതാൻ പറയും, മനസ്സിലായില്ലയോ? അല്ലെങ്കിൽ ഒരു വിഷയം പറയും, അതിൽ ഒരു 4 വരി എഴുത്, ബാക്കി 4 ഞാൻ എഴുതാം. അപ്പോൾ അതിങ്ങനെ എനിക്ക് കുറേ ഉണ്ടായിരുന്നു, എവിടെയോ മിസ് ചെയ്തു. ഈ അന്നേരമൊക്കെ മോഹൻലാൽ ശങ്കറല്ലേ മീൻസാരായിട്ട് നിന്ന് മറ്റേ ആ പടത്തിലൊക്കെ അതാ കാലഘട്ടത്തിലേ ഉള്ളായിരുന്നു. ആ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കഴിഞ്ഞ് പിന്നെ ആരോമയുടെ ഒരു 5-6 പടം കഴിഞ്ഞ് പതുക്കെ രാജാവിൻ്റെ മകനോടുകൂടി മോഹൻലാൽ അങ്ങ് പിടിച്ചാൽ കിട്ടാത്ത ഒരാളായിട്ടങ്ങ് മാറുമല്ലായിരുന്നു. അപ്പോൾ എനിക്ക് അല്ല, ഈ 2 പേരുടെ ജീവിതത്തിൽ നിന്ന് മോഹൻലാലിൻ്റെയും മമ്മൂട്ടി അല്ലെങ്കിൽ നെടുമുടി ഇവരോട് ഒരുമിച്ച് ഇത്രയും വർഷം കഴിഞ്ഞതിൽ നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത്, ഞാൻ മനസ്സിലാക്കിയതും ഈ ആൾക്കാരും സിനിമാ ഫാൻസും പിള്ളേരും മനസ്സിലാക്കേണ്ട കാര്യം, അവരൊന്നും ഫ്ലൂക്കായിട്ടല്ല, അവർ ആർജിച്ച അനുഭവവും വിജ്ഞാനവും സ്വായത്തമാക്കിയ വിജ്ഞാനവും അവരുടെ സ്വാഭാവിക കഴിവും അവർ കൃത്യമായിട്ടും നന്നായിട്ടും ഉപയോഗിച്ചതിൻ്റെ പേര് മാത്രമാണ്. മനസ്സിലായില്ലേ? അത് ഒരിക്കലും ഒരു ലക്ക് ഒന്നൊന്നുമല്ല, ഫ്ലൂക്കോ നിസ്സാരമല്ല. അത് അവർക്ക് മാത്രം, അവർക്ക് അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഹാർഡ്വെയറും ഒരു സോഫ്റ്റ്വെയറും അവർക്ക് കിട്ടി. മോഹൻലാലിന് അത്ര നല്ലൊരു ശരീരവും അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡിയും ഹെൽത്തി ആയിട്ടുള്ളൊരു മൈൻഡും കിട്ടി. അത് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. കൃത്യമായ സോഫ്റ്റ്വെയർ അപ്ഡേഷനാണ് നടന്നത്. അത് നല്ല വേർഷൻ അപ്ഡേറ്റ് ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് അവർ ഈ നിലയിലെത്തിയത്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ മനസ്സിലാക്കണേ, മോഹൻലാലൊന്നും ആദ്യകാലങ്ങളൊന്നും ഈ സിനിമയ്ക്ക് കാശ് ചോദിക്കത്തേയില്ല. പുള്ളിക്ക് അറിയത്തില്ല കേട്ടോ, പുള്ളി ചോദിക്കത്തില്ല.